ബാക്കി ബമ്പർ തട്ടി. ആ ജീപ്പിന് അടിപൊളി. നീ കൂടെ നേരെ നോക്കി, നീ കുനിഞ്ഞിരുന്ന് കാണുമ്പോഴേ എന്തോ ഭ്രാന്താലയത്തിൽ നിന്ന് വന്ന ഒരു ഫീലൊക്കെ തോന്നുന്നു. ഹായ്, ഐ ആം പ്രിൻറ്റോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്യാമ്പിങ്ങിനായിട്ട് ഇറങ്ങിക്കുവാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിലേക്ക് വയ്ക്കുന്ന നിറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു 8-10 പേരോളം ഉണ്ട്. ഒരു വലിയ ഫാമിലി ഉണ്ട് നമ്മളോട് ഇന്ന് ക്യാമ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്യാമ്പിങ് ആ ഒരു കൾച്ചറൊക്കെ നമ്മുടെ നാട്ടിലോട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. പല ഫാമിലീസ് നമ്മളോട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഇലവിഴ പൂഞ്ചിറയിലാണ്. ഇലവിഴ പൂഞ്ചിറയ്ക്ക് ഇലവിഴ പൂഞ്ചിറയിൽ നല്ല അടിപൊളി ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്നവർക്ക് ഇങ്ങനെ കണ്ടുപോകാം. പോകാനാ എന്തിനാ വാരിക്കും, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ക്യാമ്പിംഗ് ലൊക്കേഷനിലേക്ക് നമ്മളിതേ ഇങ്ങനെ എത്താറായിക്കൊണ്ടിരിക്കുന്നു. നമ്മളവിടെ ഇതിനു മുമ്പ് വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ നമ്മുടെ വഴി അന്ന് പണി നടക്കുന്നുണ്ട്, ഇപ്പോൾ വഴിപണി പോലും നടക്കുന്നില്ല, ഫുള്ള് മോശമായി തന്നെ കിടക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ക്യാമ്പിംഗ് ലൊക്കേഷനിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഫാമിലിയുടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്നിങ്ങനെ ഇരിക്കാൻ എന്ത് രസമാണെന്നറിയോ, ഇങ്ങനെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് നമ്മുടെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് നമ്മുടെ സ്പെക്സൊക്കെ ഊരി വെച്ച് നമ്മൾ മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസം. നമ്മൾ ടോട്ടലി ഫ്രീ ആണ് ഇവിടെ ഇരിക്കുന്നത്, നല്ല കാറ്റൊക്കെ കൊണ്ട്. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി പോകണല്ലോ, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രിയിലൊക്കെ നല്ല രസമായിട്ട്. അപ്പോൾ നമ്മൾ ക്യാമ്പിംഗ് ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി സൺസെറ്റിന് വെറും 16 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ദിവ്യ ഒരു കുറച്ച് സ്പീഡിൽ പോക്കോ, റോഡ് നോക്കി പോണേ. അവിടെ വലിയൊരു കുഴിയുണ്ട്, ഇവിടെ ഇച്ചിരി സ്ലോ ചെയ്ത് ഇറക്കിക്കോ. പയ്യെ ഇച്ചിരി പയ്യെ ഇറക്കിക്കോ. ഇച്ചിരിയോടെ സ്ലോയിൽ ഇറക്ക്. ആ ബാക്ക് അറിഞ്ഞു, ബാക്ക് ബമ്പർ തട്ടി. ആ ബമ്പറൊക്കെ ഉണ്ടോ ഇനി പുറകിൽ നോക്കുമ്പോൾ. അപ്പോൾ അതെ നമ്മൾ ക്യാമ്പിംഗ് ലൊക്കേഷനിലോട്ട് ഇത് എത്തിക്കൊണ്ടിരിക്കണു. ആ സൂര്യപ്രകാശം വരുമ്പോഴത്തേക്ക് അവിടുത്തെ കളർ തന്നെ നോക്കി എന്ത് രസമാണ് കാണാനെന്ന്. വാവ്, നല്ല കിടിലൻ സൺസെറ്റ് ആട്ടോ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇങ്ങോട്ട് തിരിച്ച് വണ്ടിയും കിട്ടും. ആ സൂക്ഷിച്ചൊക്കെ ഇടണം കേട്ടോ. താഴോട്ടൊക്കെ കണ്ടല്ലോ, അവിടെ ഇട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ലൊക്കേഷൻ ഇതാണ്. ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നപ്പോൾ പറഞ്ഞതാണ് ഇവിടെ വന്ന് നമുക്കൊരു ദിവസം ക്യാമ്പ് ചെയ്യണം എന്നുള്ളത്. മലങ്കര ഡാമൊക്കെ നോക്കി എന്ത് രസമാണെന്ന് കാണാം. അപ്പോൾ നമ്മുടെ സൺസെറ്റ് നിങ്ങൾക്ക് കാണണ്ടേ, അങ്ങോട്ട് നോക്കി. നമ്മുടെ സൺസെറ്റ് കറക്റ്റ് ടൈമിലാട്ടോ നമ്മളിവിടെ എത്തിയത്. നിന്നെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മളവിടെ ഒരു ഫാമിലിയുടെ വരുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടെ നെബിച്ചാനെ നിർത്തിയിട്ടേക്കും പോകുന്നു. കാരണം അല്ലെങ്കിൽ നമുക്ക് സൺസെറ്റ് ചിലപ്പോൾ മിസ്സാവും. അപ്പോൾ അവർ ഇവിടെ പുഞ്ചിൻ്റെ ടോപ്പിക്കിൽ ഇങ്ങനെ വഴി തെറ്റി നടക്കുകയാണ്. അപ്പോൾ അവരും കൂടി നെബിച്ചാൻ എന്തായാലും എത്തിക്കോളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് സൺസെറ്റ് കാണുള്ളൂ, അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ സൺസെറ്റ് എന്തായാലും കഴിഞ്ഞു. ഇനി നമ്മുടെ വിശാലമായിട്ടുള്ള ഫാമിലി ലിവിംഗ് റൂം ടെൻറ്റ് നമുക്ക് ഓപ്പൺ ആക്കി വെക്കണം. കാരണം നമ്മളോട് ഇന്ന് വരുന്ന ഫാമിലിയുടെ കയ്യിൽ ടെൻറ്റ് ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനും ദിവ്യൻ എൻ്റെ അകത്ത് കിടക്കുന്നു. നെബിച്ചാനും ഡോക്ടറും ജീപ്പിന് റൂഫ് ടോപ്പിൽ കിടക്കുന്നു. പുതിയ ഫാമിലിക്ക് ഈ ടെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. അവർക്ക് സൺസെറ്റ് കാണാനുള്ള ഭാഗ്യമില്ല ഉണ്ടായിപ്പോയി. എന്തായാലും നമ്മുടെ വീഡിയോയിൽ അവർക്ക് കാണാം. സൂര്യനൊക്കെ അസ്തമിച്ചു. നമ്മുടെ ക്യാമ്പിംഗ് ടെൻറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ ഈ സൂര്യൻ നമ്മുടെ തൊടുപുഴ ടൗണാണ് നമ്മുടെ നേരെ കാണുന്നത്. അപ്പോൾ നമ്മുടെ വന്ന ഫാമിലിയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോകാം. അപ്പോൾ ഇത് നമ്മുടെ ലിജോ ചേട്ടനാണ്. ലിജോ ചേട്ടൻ്റെ വൈഫ്, കുട്ടികൾ എലിസബത്തും ഏണസ്റ്റും. പിന്നെ ഇത് നമ്മുടെ പുതിയൊരു കുട്ടി, പുതിയ കോലത്തിലൊരു കുഞ്ഞു കുട്ടിയുടെ ഇവിടെ വന്നിട്ടുണ്ട്. നെബിച്ചാറിൻ്റെ മൂത്ത കൊച്ചാണ്. ചിരിക്കല്ലേ സൗണ്ട് വന്നാൽ എല്ലാം പോയി. ഒരു സാധനം പോണ നോക്കി, നമ്മുടെ എലോൺ മാസ്കിൻ്റെ സ്റ്റാർലിങ്ക്. വാവ്, നമ്മൾ ക്യാമ്പ് ചെയ്യാൻ സെലക്ട് ചെയ്ത ദിവസം കൊള്ളാട്ടോ, അടിപൊളി. എവിടെ പോയി അവൻ കാണാണ്ട് പോയല്ലോ. അതല്ല, ക്യാമറയിൽ കാണാണ്ട് പോയി. അടിപൊളി. ടെൻ്റെല്ലാം സെറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ അടിയിൽ പോളൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു നീഡിലൊക്കെ വെച്ചിട്ട് അടിച്ച് ഉറപ്പിച്ചിട്ട് നല്ല കാറ്റുണ്ട്. അപ്പോൾ ടെൻ്റൊക്കെ പൊങ്ങി പോവാണ്. അപ്പോൾ നമ്മളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് പോള് കൂടാണ്ട് എൻ്റെ നീഡിൽ വെച്ചിട്ട് നമ്മൾ 4 മൂലയിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ 4 സെൻറ്ററിലും അടിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്, കാറ്റ് വന്ന് പൊക്കിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഫുഡെല്ലാം കഴിച്ചു. താഴത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. തണുത്ത് വിറയ്ക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ജാക്കറ്റ് ഇട്ടിരിക്കുന്നു. കാണിച്ച് ക്യാമറ കാണിച്ച് ബാക്കിക്ക് ആളെ ഇങ്ങനെ കാണിച്ചു തരാം.
ജാക്കറ്റുള്ള വെറുതെ ചുമ്മാ ഒരു ഇതാ. എനിക്ക് അങ്ങനെ തണുപ്പൊന്നും വിഷയമല്ല. അതെ അതെ. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. വാവ്. അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ മുകളിൽ ടെൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണു. തൊട്ട് മുകളിൽ ചന്ദ്രൻ ഫുൾ ബ്രൈറ്റായിട്ട് നിൽക്കുന്നു. ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടുപുഴ നല്ല തിളങ്ങി നിൽക്കുന്നു. ലൈറ്റെല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഒരു ടെൻറ്റും കൂടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 പേർക്ക് കിടക്കാം, ഇവിടെ 4 പേർക്ക് കിടക്കാം, എൻ്റെ വരണത്ത് 2 പേർക്ക് കിടക്കാം, ജീപ്പിൻ്റെ മുകളിൽ 2 പേർക്ക് കിടക്കാം. അപ്പോൾ ടോട്ടൽ എത്രയായി ദിവ്യ? ടോട്ടലോ? ആളുകളുടെ എണ്ണമാണോ? ഇപ്പോൾ 2 എല്ലാം കൂടെ മൊത്തം എത്രയായി? മൊത്തം 4 8 പേരായിട്ടുണ്ട്. ജീപ്പിന് അടിപൊളി. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. രാത്രിയൊക്കെ നല്ല അടിപൊളി, നല്ല തണുത്ത് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. പിന്നെ നമ്മുടെ സൺറൈസ് ആ സൈഡിൽ നിന്നായതുകൊണ്ട് സൂര്യൻ ഉദിച്ചു വരുന്നുള്ളൂ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ വെയിലായി വരുന്നില്ല. കാരണം നമ്മുടെ സൺറൈസ് നമ്മുടെ ബാക്കിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്പേസ് ഉള്ളതുകൊണ്ട് സൂര്യനൊരു കുറേ പൊങ്ങി വന്നെങ്കിൽ മാത്രമേ ഇവിടെ വെയിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ അധികം സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ രാവിലത്തെ ഇവിടെ നിന്നുള്ള വ്യൂ കൂടെ കാണിച്ചു തരാം. നേരെ ഫ്രണ്ടിൽ കാണുന്നത് നമ്മുടെ മലങ്കര ഡാമാണ്. അപ്പോൾ അവിടെ എല്ലാം നല്ല മഞ്ഞിൽ മൂടി ഇങ്ങനെ കിടക്കുന്നു. മലങ്കര ഡാം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഉറക്കമൊക്കെ? അടിപൊളിയായിട്ട് ഉറങ്ങി. തണുപ്പൊക്കെ ഉണ്ടായിരുന്നോ? ഓക്കെ. അപ്പം ഞാൻ ഈ തണുപ്പത്തൊരു ചായ കുടിക്കാൻ അങ്ങനെ തോന്നുന്നുണ്ട്. ഇവിടെ ചായയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചായ എന്തായി? റെഡി ആയോ? ക്യാമ്പിങ് ഫസ്റ്റ് ടൈം ആണോ? എങ്ങനെയായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ക്യാമ്പിങ്ങിന്റെ? അടിപൊളി, നല്ല എൻജോയ് ചെയ്തു. അതെല്ലേ? അടിപൊളി. അപ്പൊ ഇത് ഇനി അങ്ങനെ ഒരു ശീലം ആയിക്കോട്ടെ. അതെ അതെ, ആഗ്രഹിക്കുന്നു ഇനി ഇങ്ങനെ വരാനായിട്ട്. ഒരു ഫാമിലി കൂടെ നമ്മുടെ കൂട്ടിലുണ്ടാകുമ്പോൾ വയറൊക്കെ ഫുൾ ടൈം നടന്നിരുന്നില്ല. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നമുക്ക് കൂടി ഇരിക്കാം. നീ കൂടെ നേരെ നോക്കി, നീ കുനിഞ്ഞിരുന്ന് കാണുമ്പോഴേ എന്തോ ഭ്രാന്താലയത്തിൽ നിന്ന് വന്ന ഒരു ഫീലൊക്കെ തോന്നണം. അപ്പോൾ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളായിട്ട് ഇവിടെ ദിവ്യയുടെ തുടങ്ങിയിട്ടുണ്ട്. എന്താ പരിപാടി? എന്താ ഉണ്ടാക്കണേ? നമുക്ക് 2 കൂട്ടുകാരാണ് ഇവിടെ വന്നിട്ടുണ്ട്. ഹലോ, ഹായ്. ഒരുത്തനെന്തി? നിൻ്റെ കൂട്ടുകാരൻ എന്തി? ഇവിടെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ലിവിങ് ടു റൂം ടെൻ്റ് അടിപൊളിയുണ്ട്. അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നമുക്കത് രാത്രി കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കിച്ചൺ ആകാം. നിവിച്ചേട്ടാ അല്ല, നിവിച്ചേട്ടൻ അനിയ അല്ല, സോറി മാറിപ്പോയി. ഇന്നലെ നിവിച്ചേട്ടൻ മൂത്ത മോനായിരുന്നു. മുട്ട ചെറുതായിട്ട് കരിഞ്ഞോന്നൊരു സംശയം. സ്പൂൺ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് മുട്ട ചൂട്ടി പിടിച്ചതാണ്. എങ്ങനെ? വിശാലമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. കപ്പ, ഓംലെറ്റ്, പന്നി, മുയൽ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? പൊറോട്ട തീർന്നില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. അപ്പോൾ ബ്രെഡ്, ജാമ്, പൊറോട്ട, കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഫാമിലിനെ ഇന്ന് നമ്മൾ ക്യാമ്പിനെ വിളിക്കേണ്ടി വരും കേട്ടോ. അവനെ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു കുറുക്കൻ്റെ സ്റ്റൈലുണ്ടല്ലോ. നിവിച്ചേൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ ഭയങ്കര രസമാണല്ലോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിംഗപ്പൂരിൽ വന്ന പുതിയ കുക്കിൻ്റെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. അത് സ്പെഷ്യലായിട്ട് എടുത്ത് പറയുകയാണ്. നിവിച്ചേട്ടാ, നീ ഇവരെയും വീട്ടിൽ കൊണ്ടുകൊണ്ട് വരുമോ? നിവിച്ചാൻ്റെ വീട്ടിൽ ഇപ്പോൾ ഓൾറെഡി 8 10 അങ്ങോട്ട് ആയിട്ടുണ്ട്. 8 അങ്ങടെ ഉണ്ട്. ഇനി ഇത് ഇവിടെ 2 പേരും കൂടെ ഇപ്പോൾ നിവിച്ചാൻ്റെ വട്ടമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതേ സമയം നമുക്ക് വലിയ വെയിലൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടി. ഇപ്പോൾ സൂര്യൻ ഉദിച്ച് നമ്മൾ ജസ്റ്റ് വെയിലായിക്കൊണ്ടിരിക്കുന്നു. വന്നിരിക്കുന്ന ലൊക്കേഷനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് 2 വഴിയുണ്ട് ഇങ്ങോട്ട് കയറി വരാനായിട്ട്. ഒന്ന് നമുക്ക് തൊടുപുഴയിൽ നിന്ന് കാഞ്ഞാറ് വഴി കയറി വരാം. അതല്ലെങ്കിൽ നമുക്ക് മേലുകാവ് മുട്ടം വന്നിട്ട് മുട്ടം ടൗണിൽ നിന്ന് റൈറ്റ് തന്നെ പോവുക. ലെഫ്റ്റ് തിരിഞ്ഞാൽ കാഞ്ഞാറ് പോവും. റൈറ്റ് തന്നെ വന്നാൽ മേലുകാവ് മേലുകാവ് മറ്റന്ന് നമുക്ക് ഇലുവഴ പൂഞ്ചിറക്കുള്ള വഴി കയറുക. അതാണ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പം. പെട്ടെന്ന് ഈ സ്പോട്ടിലേക്ക് എത്താൻ പറ്റും. കാഞ്ഞാറ് വഴിയാണ് വരുന്നതെങ്കിൽ ഒത്തിരി സമയം എടുക്കും. ഇലുവഴ പൂഞ്ചിറ ടോപ്പിൽ ചെന്നിട്ട് ഈ ഭാഗത്തോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാമ്പിംഗ് ലൊക്കേഷൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്യാം. പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക, ഇവിടെ വേസ്റ്റ് ഇട്ട് നശിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറേ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ അതെല്ലാം പറക്കിക്കൊണ്ട് വേണം. ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടേ നമ്മൾ പോകുള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥ നല്ല രസമുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഇലുവഴ പൂഞ്ചിറ ഇത്ര ഹൈറ്റാണ്, 1000 മീറ്ററുള്ള ഹൈറ്റുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. ഇപ്പോൾ നമുക്ക് തൊടുപുഴയ്ക്ക് ഏറ്റവും ഹൈസ്റ്റ് ആയിട്ടുള്ളൊരു പീക്ക് എന്ന് പറഞ്ഞാൽ ഇലുവഴ പൂഞ്ചിറ തന്നെയാണ്. നമ്മുടെ ക്യാമ്പിംഗ് ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കയറി വരുന്ന വഴി
ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഇട്ട് ക്യാമ്പ് ചെയ്യാനായിട്ടാണെങ്കിൽ ഇഷ്ടംമാതിരി സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും വണ്ടിയും ടെൻറ്റും എല്ലാം വെച്ചിട്ട് നമുക്ക് അത്രയും സ്പേസ് അവിടെ ഉണ്ട്. പിന്നെ വഴി നമ്മുടെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. ഇത് നേരെ പോകുന്ന ഒരു പറമ്പിലേക്കാണ് ഈ വഴി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഏരിയ ഉണ്ട്. അപ്പോൾ ഒരു വലിയൊരു ഗ്രൂപ്പ് വന്നാലും നമുക്ക് സുഖമായിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാം. അങ്ങനെ കുടുംബസ്നേഹമുള്ളതാണ്. വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ മക്കൾക്കൊക്കെ വീട്ടിലെ മക്കൾക്കൊക്കെ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. ദിവ്യ, നീ ഇങ്ങനെയൊക്കെ സർവീസൊക്കെ തന്നു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ക്യാമ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകാനുള്ള സമയമുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന പരിസരം ചുറ്റും ഒന്ന് നോക്കിക്കേ. നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് വേസ്റ്റ് ഇവിടെ വേറെ ആൾക്കാർ കൊണ്ടുവന്ന വേസ്റ്റ് നമ്മൾ പറക്കി തിരിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ നല്ല നീറ്റാക്കിയാണ് ഇവിടെ സ്ഥലം നമ്മൾ ക്യാമ്പിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ഫുൾ നീറ്റാക്കി ക്ലീനാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ വരുന്ന ആൾക്കാർ വേസ്റ്റ് ഇട്ട് നശിപ്പിക്കാതിരിക്കുക. ഇവിടെ മാത്രമല്ല, നിങ്ങൾ ഒരിടത്തും പോയി പുറത്ത് വേസ്റ്റ് ഇട്ട് ഇങ്ങനെ നശിപ്പിക്കാതിരിക്കുക. നമ്മൾ എവിടെ നല്ല ടൂറിസ്റ്റ് ലൊക്കേഷൻ പോയി കഴിഞ്ഞാലും വേസ്റ്റ് കാരണം ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ വേസ്റ്റ് ഇടാതിരിക്കുക. നമ്മൾ ക്യാമ്പിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് ഇലവിഴ പൂഞ്ചിറ ടോപ്പും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് പോയേക്കാന്ന് വെച്ചു. എപ്പോൾ ഇവിടെ വന്നാലും ഈ ഒരു ഭാഗം എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര രസമുള്ള ഒരു ഏരിയ ഉണ്ട്. നല്ല തണുത്ത കാറ്റും. തൊടുപുഴയിൽ ഇപ്പോൾ നല്ല ചൂടുള്ള സമയത്താണ് 10-11 മണി ആയി. അപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. പക്ഷേ ഈ ടോപ്പിൽ എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ നല്ല തണുത്ത കാറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വഴിക്കൂടെ കാറും കൊണ്ട് വരാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. പക്ഷേ അടിയൊക്കെ ചിലപ്പോൾ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. പല സ്ഥലങ്ങളിലും റോഡ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ക്ലിയറൻസ് കുറഞ്ഞ വണ്ടിയൊക്കെ ആകുമ്പോൾ അടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കാർ കൊണ്ട് ഈ വഴിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഒരു 95% ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു കുറച്ചിടം മാത്രമേ ടാറിങ് കംപ്ലീറ്റ് ആകാത്തതുള്ളൂ. ഭാര്യനെ കൂടെ ഒന്ന് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മളൊരു വണ്ടി ഓടിച്ച് ടയേർഡാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ടയേർഡായാലും എന്തിനാണെങ്കിലും നമുക്കൊരു അസിസ്റ്റൻ്റ് ഉള്ളത്. അസിസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഓൾ ഇൻ ഓൾ നമ്മുടെ പാർട്ട്ണറായിട്ട് ഒരാളും കൂടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും വണ്ടി ഓടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അല്ലേ. ഇടയ്ക്കൊന്ന് പോയിട്ട് പറഞ്ഞില്ലെങ്കിലേ നമുക്ക് ചായ ഒന്നും കിട്ടിയില്ലെങ്കിലോ. വാവ്, അങ്ങനെ നമ്മളിത് ഇലവിഴ പൂഞ്ചിറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ട്രാവലറൊക്കെ കയറുന്നുണ്ട്. വഴി ഇവിടെ നേരത്തെ കുറച്ച് ഓഫ് റോഡ് ആയിരുന്നു. ഇപ്പോൾ മണ്ണൊക്കെ ഇട്ട് കുറച്ചുകൂടെ ലെവൽ ചെയ്തിട്ടുണ്ട്. കാർ കയറി വരും കേട്ടോ ഇങ്ങോട്ടൊക്കെ. ഈ ഒരു ട്രാവലർ കിടക്കുന്നവരുടെ വരെ ഈ ഒരു പാർക്കിംഗ് ഏരിയ ആക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടം വരെ കാർ സുഖമായിട്ട് കയറി വന്നോളും. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ 4x4 വണ്ടികൾ വേണ്ടി വരും നമുക്ക്. കാറ്റ് കൊണ്ട് നല്ല തണുത്ത കാറ്റാണ് കേട്ടോ എപ്പോഴും. പോരെ വാവ്, ഇതിലൂടെ ഇറങ്ങി നടക്കാനൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 4x4 ആണെങ്കിൽ സുഖമായിട്ട് വണ്ടി നമുക്ക് ഇവിടം വരെ കൊണ്ട് പാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ താഴെ പാർക്കിങ്ങിൽ കൊണ്ടിട്ടിട്ട് നടന്ന് കയറി വരേണ്ടി വരും. ഇവിടെ നല്ലൊരു ക്യാമ്പിംഗ് ലൊക്കേഷനാണ്. വാവ്, നല്ല കാറ്റാണ് കേട്ടോ. പോരെ പതിയേക്കെ വായോ. പോരെ എന്നെ കൊണ്ട് പോകരുത്. ബാ, നീ എന്താണ് ഈ ഓൺ അടിച്ച് പേടിപ്പിക്കണേ? ഫ്ലൈറ്റ് തമ്മിൽ റേസ് എവിടെ? ഫ്ലൈറ്റ് തമ്മിൽ റേസ്. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റാർലിങ്ക് കണ്ടു. ഇന്നിപ്പോൾ നമ്മൾ കുറേ സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് ഫ്ലൈറ്റ് തമ്മിൽ റേസ് പിടിക്കുന്നു. അപ്പോൾ നമ്മുടെ സാംസങ് S22 അൾട്രയുടെ സൂമിങ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അടുത്ത് കാണാൻ പറ്റും. അവരവിടെ നിന്ന് റേസ് പിടിക്കട്ടെ, നമുക്ക് എന്തായാലും ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാം. നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മലയുടെ ആ സൈഡിലായിട്ടാണ് നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത്. ആ ഒരു സൈഡിലും തൊടുപുഴ എറണാകുളം ഭാഗം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. ഈ ഭാഗത്തോട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഇടുക്കി ഹൈ റേഞ്ച്, നമ്മുടെ കുളമാവ് ഏരിയ, മൂലമറ്റം ഏരിയ, അങ്ങനെയാണ് ഒരു സ്ഥലങ്ങളൊക്കെ പോകുന്നത്. ആനമുടി നേരെ കാണാം. നമ്മുടെ ചെപ്പോളത്തെ പറമ്പിൽ നോക്കിയാൽ നമുക്ക് കാണാം. നേരെ ഫ്രണ്ടിൽ കാണുന്ന ആനമുടിയാണ്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? ആ നേരെ കാണുന്ന ആനമുടിയാണ്. നമുക്ക് അവിടെ വരെ ഫോക്കസ് ആകുന്നില്ല, മഞ്ഞ് മൂടി നിൽക്കുന്നു. ഫ്ലൈറ്റ് തമ്മിൽ റേസ് നോക്കി ഇവിടെ വരെ ആയതുള്ളൂ കേട്ടോ. പക്ഷേ ഈ ഫ്ലൈറ്റ് നോക്കി എന്ത് പതിയെ പോകണമെന്ന് നോക്കി. നമ്മൾ ഈ ഇന്നലെ സ്റ്റാർലിങ്ക് കണ്ടുമ്പോൾ അത് നല്ല ഫാസ്റ്റായിട്ടാണ് പോയത്. ഒരു 15 സെക്കൻഡ് കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് മൊത്തം മാഞ്ഞു പോയി. അത്ര ഫാസ്റ്റായിട്ടാണ് പോയത്. രണ്ടുപേരും നല്ല പറപ്പീരാണല്ലോ, ഒരേപോലെ പോകണു അല്ലേ.